കൂടി കുടി വന്നാരെ ഇന്ന് മോരിക്കടാവ് പ്രശ്നമാവോ ലക്ഷണമാണല്ലോ ശങ്കര. ആ തിരുമേനിയുടെ ഈ അടവ് നല്ലതല്ല. അടവോ? നമുക്കോ? നമുക്കങ്ങനെ യാതൊരു അടവും ഇല്ല. പോരെ ഏഷണി പറയരുത് തിരുമേനി. ഏഷിനിയോ? ഞാനോ? അപ്പോരെ വേണ്ടാത്ത പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. വേണ്ടാത്തത് പറയരുതെന്നാണ് തിരുമേനി ഞാൻ പറയുന്നത്. രാജൻ കുഞ്ഞ് അങ്ങുന്നിനെ പറ്റി എന്തോ പറഞ്ഞെന്ന് തിരുമേനി അങ്ങുന്നിനോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് തന്നെ അതിനകത്ത് ഒറ്റ രഹസ്യമില്ല. തിരുമേനി ഉള്ള വഴക്കം വലുതാക്കാനല്ല ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. അപ്പതായി രാജന്റെ കക്ഷി പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ തല അങ്ങോട്ട് പോയിന്ന് വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ആരുടെയും കക്ഷി പിടിക്കുകയല്ല. ഈ കുടുംബത്തിൽ അന്തഛിദ്രം വർദ്ധിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഈ രാജനെ തല്ലിക്കൊല്ലേണ്ട വകയാ. തിരുമേനി എനിക്കിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഞാനിതെല്ലാം ചെന്ന് രാജകുഞ്ഞിനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ എടാ ശങ്ക നീ എന്തിനാ ഇതെല്ലാം കേട്ടോണ്ടെന്ന് ചോദിച്ചാൽ എന്റെ മൂക്കിടിച്ചിട്ടാൻ മതിയാക്കിയല്ലോ. നാം രാജകുഞ്ഞിനെ പറ്റി എന്താ പറഞ്ഞത്? നാം ഇപ്പൊ പറഞ്ഞത് രാജകുഞ്ഞിനെ തല്ലിക്കൊല്ലണമെന്ന്. നാം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് ചെവി കേട്ടൂടാ. അപ്പുനായര് ജീവനോടുകൂടി നിൽക്കല്ലേ ഇവിടെ. അപ്പുനായരോടൊന്ന് ചോദിച്ചു നോക്ക്. പറഞ്ഞു അപ്പുനായരെ ഞാൻ രാജകുഞ്ഞ് എന്തെങ്കിലും ദോഷം വരത്തക്കൊണ്ണം. നാം പറഞ്ഞത് നിനക്ക് അങ്ങനെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നാം പറഞ്ഞത് രാജൻ ഉച്ചിലുള്ള ചുണക്കുട്ടിന്നാ. ഒന്ന് പറഞ്ഞാ മറ്റൊന്ന് മനസ്സിലാക്കി. നീ ചിരിക്കണ്ട. അവിടെ പോയി ഏഷി കൂട്ടിക്കൊടുക്കാതിരുന്നാ മാത്രം മതി. അത് തന്നെയല്ലേ തിരുമേനി ഞാൻ നേരത്തെ പറഞ്ഞത്. ശങ്കര ഇത്രയുടെ അമ്മ വിളിക്കണ. മോളെ നീ ഇല്ലത്തേക്ക് പോകുമ്പോ ഇതിവിടെ കൊണ്ടുപോക്കോ. അപ്പൊ ഞാൻ അപ്പുനായർക്ക് മറിച്ച് വേറെ ഒന്നും തോന്നരുത്. ഇല്ല ഞാൻ നിക്കണില്ല. തിരുമേനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോലെ. ഇന്ന് ഇവിടെ വിവാഹ നിശ്ചയമല്ലേ? അതുകൊണ്ടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞത്. രാജനോ മറ്റോ വന്നാൽ നമ്മുടെ കാര്യം ആകെ അബദ്ധത്തിലാവും. ഞാൻ പോണു.